വൺ ബ്ലോക്ക് തുടങ്ങിയത് ഇങ്ങനെ തന്നെ വേണം. നല്ല കാര്യമാണിത്, നല്ല കാര്യം. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇച്ചിരി സൗണ്ട് കിട്ടാം. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നേക്കാണ് വിത്ത് അവർ ന്യൂ ഷെയ്ഡർ. ആൻഡ് ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ട് കയറി തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് നമ്മുടെ വൺ ബ്ലോക്ക് ആയിട്ട് വന്നേക്കുവാണ്. പൊട്ടാറ്റോയാ തുടക്കം തന്നെ. ദാറ്റ്സ് ഗുഡ്. ആൻഡ് നമ്മൾ എല്ലാം ബ്രേക്ക് ചെയ്ത് പിന്നെ വൺ ബ്ലോക്കിൽ ക്രിയേറ്റീവ് ആക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വേൾഡിലും നമ്മൾ ഇതുവരെ ക്രിയേറ്റീവ് കളിച്ചിട്ടില്ല. അതും കൂടി എല്ലാവരും മൈൻഡ് ചെയ്യാം. ഓക്കെ, ആലോചിച്ചോളാം. പിന്നെ നമ്മൾ ക്രിയേറ്റീവ് കളിക്കാറില്ല, എല്ലാം പക്ക ഗ്രൈൻഡിങ് ആയിരിക്കും നമ്മുടെ. ഓക്കെ, ആൻഡ് വീഡിയോ കാണുന്നവരോട് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്ബിയും കൂടി ചെയ്യുക. ആദ്യം നിങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുക, പിന്നെ 200, പിന്നെ 300, അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് അടിക്കുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആയ നമ്മൾ ഗീവ് എവേ നടത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഒരു ബ്രോ നമ്മുടെ അടുത്ത് റീപ്പോ എന്ന് പറയുന്ന ഇത് കളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. ആൻഡ് ഞാൻ നോക്കാം, നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വൺ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇനി ഇതിലുള്ള ബ്ലോക്കൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വരണം. 100 ബ്ലോക്ക് ആയാലാണെന്ന് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ലെവൽ എത്തുക. ലെവൽ 1 ഫോറസ്റ്റ് ആണ്. അങ്ങനെ 100 ലെവൽ ആവണമെന്ന് തോന്നുന്നു. എനിക്ക് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി ഇതിങ്ങനെ പൊട്ടിച്ച് വരണം. നമ്മൾ പിന്നെ ഇതും കൂടി ഇടുന്നതായിരിക്കും, ബട്ട് ലേറ്റ് ആയിരിക്കും. വൺ ബ്ലോക്കിൻ്റെ വീഡിയോ പിന്നെ സർവൈവൽ സീരീസ് ഒക്കെ ലേറ്റ് ആയിരിക്കും ഇനിയുള്ള വീഡിയോസ്, കാരണം എക്സാം ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് വീഡിയോസ് ഒക്കെ ലേറ്റ് ആയിരിക്കും അത്യാവശ്യം. ഈ വീഡിയോന് ശേഷം മുറിപ്പോയും കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇടത്തുള്ളൂ. ദാറ്റ് ഈസ് കറക്റ്റ് സുഹൃത്തുക്കളെ. ആൻഡ് ജി ഗെയിം ഗ്ലാഡിയേറ്റേഴ്സ് അവൻ നമ്മളുടെ ബ്ലോഗ്സ് ഡേയോ കളിക്കാൻ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ തിങ്കളാഴ്ചകളിൽ മാത്രമേ ബ്ലോഗ്സ് ഡേയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ മറ്റേ കൊട്ടാരം വേൾഡ് സീസൺ 2 തുടങ്ങിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണാത്തവർ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം പൊട്ടിക്കുക. നമുക്ക് പൊട്ട് സാധനമേ. സ്റ്റോക്കിലാണല്ലേ ഇത്. എന്തിനാടാ എനിക്ക് കൊള്ളാത്ത പൂക്കളും ഇതൊക്കെ തരുന്നേ? ഒരു ഉപയോഗമുള്ള സാധനം തരില്ല ഇവര്. ഇങ്ങനത്തെ സാധനം മാത്രമേ തരത്തുള്ളൂ. ബൈ. എന്താണ് മച്ചാൻ ഇങ്ങനെ ആയാൽ മതിയോ മച്ചാനെ? നമ്മളിപ്പോ 100 ആവും. ഈ ബ്ലോക്ക് കൂടെ പിടിച്ചാ 100. ലെവലപ്പ് ആയില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ആവണം ലെവലപ്പ് ആവാൻ. ഓക്കെ, ഞാൻ എത്ര ബ്ലോക്കിൽ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് അവിടെ ഒരു കുഞ്ഞി പ്ലാറ്റ്ഫോം കാര്യങ്ങൾ സെറ്റ് ചെയ്യട്ടെ. നമുക്ക് പിന്നെ ഇതിൽ ഡയമണ്ട് കിട്ടാനുള്ളതാണ് വേൾഡിൽ. ഓക്കെ, ഞാൻ ആദ്യത്തെ ബ്ലോക്ക് ഇതിൽ പൊട്ടിച്ചപ്പോൾ തന്നെ നേരെ താഴോട്ടാണ് പോയത്. എൻ്റെ ഒരു ലക്ക്. നമുക്ക് ഇവിടെ 2 ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടേക്ക് എടുത്ത് വെച്ചേക്കാം. അഥവാ നമ്മൾ പോയി ഡെഡ് ആവുകയാണെങ്കിൽ നമുക്ക് വെച്ചാൽ. ആൻഡ് നമ്മുടെ ഉള്ള വുഡ് വെച്ചിട്ട് ഫുള്ള് പ്ലാങ്ക് അങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം, പിന്നെ സ്റ്റിക്ക് വേണം, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് അബ്സല്യൂട്ട്ലി ഒരു പിക്കാക്സും ഒരു വാക്സ് ഉണ്ടാക്കണം. അതിനുള്ള സ്റ്റിക്കറ്റ് ഇല്ല. 6 ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഒരു ആക്സ് കൂടി സെറ്റാക്കിയേക്കാം. എനിക്ക് ബാലൻസ് ഉള്ള വുഡ് കാര്യങ്ങൾ ഇവിടേക്ക് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് സുഹൃത്തുക്കളെ. ഈ ബ്ലോക്ക് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ അറിയാൻ പറ്റൂല. ഇത് ഫുള്ള് ഇതാവും, മറ്റേ ഗ്രാസ്. വുഡ് വന്നാൽ നമ്മൾ ഇത് എടുക്കും, അത്രേ ഉള്ളൂ. സ്റ്റോണൊക്കെ എന്താ വരാത്തെ?
ലെവലിലാണ് നമുക്ക് സ്റ്റോൺ തരാന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ മിക്കവാറും അൺബ്ലോക്കിന്റെ വീഡിയോ അത്യാവശ്യം ലോങ് ആയിരിക്കും. അൺബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കുറെ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഡ്രാഗനൊക്കെ എങ്ങനെയാ പോയി കൊല്ലേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നെതറിലൊക്കെ അൺബ്ലോക്ക് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും ഉറപ്പില്ല സുഹൃത്തുക്കളെ. നമുക്ക് നോക്കാം എന്താണ് സംഭവം കാര്യങ്ങള് അതൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക്. പിന്നെ ഇത് എപ്പോഴാണ് ഇനി ലെവൽ 2 ആവുകയെന്ന് എനിക്ക് ഇതുവരെ ഒരു ഉറപ്പില്ല. എനിക്ക് അറിഞ്ഞൂടാ എപ്പോഴാണ് ലെവൽ 2 ആവുകയെന്ന്. ഓക്കെ, ലെവൽ 1 ഫോറസ്റ്റ് എന്ന് എനിക്ക് എഴുതി കാണിച്ചായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചത്തപ്പോഴല്ലേ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ. എന്താണേലും ശുഭദിനം. നോക്കട്ടെ നല്ല നല്ല സാധനങ്ങൾ. അയ്യോ പറഞ്ഞ പോലെ നൈറ്റ് ആവാനായടാ. എൻ്റെ ഒരു ഇതുപോലും ഇല്ല. ഈ ഷെയ്ഡറിലെ മൂൺ ഇങ്ങനല്ലല്ലോ. നെവർ മൈൻഡ്, എന്തേലും ആവട്ടെ. രാത്രി ഈ സോംബി സാധനങ്ങൾ എന്തായാലും വരും. പണിപ്പാടെന്ന് തോന്നുന്നു. ഓ, നമ്മുടെ ലാക്സും പൊട്ടി. ഇതെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്യട്ടെ. ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കുറെ സാധനങ്ങളായിട്ട് കാണിക്കാം. രാത്രിയായി ആൻഡ് 200 ബ്ലോക്ക് ആയി. പക്ഷെ ഇതുവരെ ഒന്നും വന്നില്ലല്ലോടാ. സൈഡിൽ തിരിഞ്ഞു കളിക്കുന്ന എനിക്ക് മനസ്സിലായില്ല. ഇത് ഈ വെള്ള സാധനം അനങ്ങും കണ്ടോ? അതൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മറ്റേ ഇത് വാൽനക്ഷത്രമൊക്കെ ഉണ്ട് ഇതില്. എവിടെ? എന്റെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് അല്ലേ? അതായിട്ട് നല്ല കാര്യം, മഴയും തുടങ്ങി. ഗൈസ്, ഇതുവരെ ആ അപ്ഡേഷൻ വന്നില്ലടാ. ഞാൻ എന്താ ചെയ്യുക? എന്തോ സാധനം നേരത്തെ ചാടിപ്പോയ പോലെ എനിക്ക് തോന്നി. അയ്യോ, നല്ല രാത്രിയായി. പെട്ടെന്ന് നല്ല രാത്രിയായി. അയ്യോ, എന്റെ ഒരു ബെഡ് പോലും ഇല്ലടാ. ഇത് പണി പാടിയില്ലോ. ഇതെന്താ പറ്റിയ അപ്ഡേഷൻ വരാത്ത? എത്രയാന്നുള്ളത്, എത്രാമത്തെ ലെവലാന്നുള്ളത്? ഇത് ഞാൻ ഇപ്പൊ കൊറേ ആയി കുഴിക്കുന്നു. ഇതിനകത്തും വല്ല ഉള്ള സാധനങ്ങളും ആയിരിക്കും. ബീട്രൂട്ട് സീഡൊക്കെ തന്നേക്കുന്നവര്. ഇത് ചിലപ്പോ ബോറടി ആയിരിക്കും. ഓക്കെ, ഇപ്പം ജൂലൈ 22-ാം തീയതി, സമയം 12:50. ഞാൻ എപ്പോഴാണ് ഈ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ദൈവമേ, ഇതെന്താ അപ്ഡേറ്റ് വരാത്തെ? അത് ഭയങ്കര എന്റെ എന്തോ സാധനം കിട്ടി. പൂക്കളാ? അയ്യേ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അപ്ഡേഷൻ തുടങ്ങി. ഓ, ആദ്യത്തെ പുതിയ സാധനം. എന്റെ അമ്മേ, കൊറേ നേരം എടുത്തിട്ടോ നമുക്ക് ഇത് രണ്ടാമത്തെ ലെവലാവാന്. അയൺ വരാൻ. അയ്യോ എടാ, എന്റെ ഇതില്ലടാ. അയൺ പോയി. സ്റ്റോൺ വേണം. സ്റ്റോൺ ഒരു 3 എണ്ണം പോരട്ടെ. 3 എണ്ണം. ഓക്കെ, കിട്ടുന്നതെല്ലാം എടുക്കാം. കോള് കിട്ടി. ബോയ്സ്, ഇത് കൊറേ കിട്ടും മിക്കവാറും. കൊറേ ഐറ്റംസ് കിട്ടും ഗൈസ്. ഒരു മിനിറ്റ്. ഈ കയ്യിലുള്ള സ്റ്റോൺ വെച്ചിട്ട് എൻ്റെ കൊറേ വേണ്ടാത്ത സാധനം ഉണ്ട് ഇപ്പൊ തന്നെ. അതൊക്കെ എടുത്ത് വെക്കട്ടെ. വാട്ടർ ബക്കറ്റോ? അതൊക്കെ കിട്ടിയോ നമുക്ക്? ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ പോട്ടെ. നമ്മുടെ വുഡിന്റെ ആവശ്യമുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇതവിടെ വെച്ചിട്ട് ഈ സ്റ്റിക്കും സ്റ്റോണാണ് മച്ചാനെ വേണ്ടത്. ഇതും എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പിക്കാക്സ് വേണം. പിന്നെ ഒരു ആക്സും വേണം.
അങ്ങനെ സെറ്റ്. ഇനി ഇത് വെച്ചിട്ട് ഒരു ഫർണസും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് ടേബിളിന്റെ മണ്ടക്കായിട്ട് വെച്ചിട്ട് ഇനി വേറൊന്നുമില്ല എടുക്കാൻ പാകത്തിനായിട്ട്. പിന്നെ നമുക്ക് ഇതും വെച്ചിട്ട് എന്റെ അമ്മേ വല്ലാത്ത സൗണ്ടാണ് ഇത്. എനിക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മള് പിന്നെ ഇട്ടേക്കുന്നത് ന്യൂബിന്റെ ഷെയ്ഡർ ആണ് കേട്ടോ. ന്യൂബെക്സ് അൺവൈഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡറാണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് ഞാൻ ഇത് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഒരു പശു ഒക്കെ വന്നിട്ടുണ്ട്. ദൈവമേ, ഇതിനിപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ അയൺ കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കട്ടെ. എനിക്കൊരു 8 അയൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ. ചിക്കൻ ജസ്റ്റ് അത് ഇത് വേണ്ടാത്ത കുറെ സാധനങ്ങൾ. ദൈവമേ, ഇതൊക്കെ എന്തിനാണ് ഞാൻ കൈ പിടിച്ചിരുന്നത്? ടോർച്ച് വേണ്ട, സ്റ്റിക്ക് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. തീർത്താലോ എന്ത് പറയുന്നു? അല്ലെങ്കിൽ അവിടെ കയറി ഇരിക്കട്ടെ. ഞാൻ വീണ്ടും കുറച്ച് മൈൻഡ് ചെയ്തിട്ട് ഗൈസ്, ഒരു ആട്ടുംകുട്ടി വന്നിട്ടുണ്ട്. കുട്ടി അങ്ങോട്ട് അവിടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആടിനെ കൊന്നായിരുന്നു. റീഡ് ചെയ്താൽ മതിയായിരുന്നടാ, ഞാൻ മറന്നുപോയി അതിൻ്റെ കാര്യം. ഇത് ഞാൻ കുറെ നേരമായിട്ട് കിടന്ന് പൊട്ടിക്കുക. രണ്ടാമത്തെ വിക്കാക്സ് ഉണ്ടായി, അതും ഇപ്പൊ പൊട്ടി. ഇനി ഞാൻ എന്ത് കാണും? പശു ആട് എടാ, എന്റെ ബെഡിനുള്ളതല്ല. നീ കൂടി പോയി, എനിക്ക് വേറെ ആരും ഇല്ല ഇവിടെ, അതുകൊണ്ടാ കൊല്ലാത്ത. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മറ്റേ ബോണാണ് എനിക്ക് കിട്ടുന്നത് ജസ്റ്റീന്ന്. അതാണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നമുക്ക് അയണൊക്കെ കിട്ടി, പക്ഷെ ഞാനിപ്പം അതങ്ങനെ എടുക്കുന്നില്ല. വേണ്ടല്ലോ. ആൻഡ് ഇനി ഇതെടുത്ത് അതിനകത്ത് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് 2, 4, 5 വിക്കറ്റ്സ് ഉണ്ടാവാം. 4എങ്കിൽ 4 വിക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെയും ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിക്കാം. ആകുന്നുണ്ട് ഇത്. ഞാൻ കുറെ നേരം എന്റെ കയ്യിലുണ്ടായിരുന്നു അയാളെല്ലാം ഭാഗ്യം ഇത് ഇവിടെ വെച്ചത്. ഭാഗ്യത്തിന് വേറൊന്നും കയ്യിലില്ലായിരുന്നു. കുറച്ചയാളുണ്ടായി പോയി. ഒരു ഡർക്ക് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കട്ടെ. ഞാൻ മൈൻഡ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ 99, 600 ബ്ലോക്ക് ഇതുവരെ 3ാമത്തെ അപ്ഡേറ്റ്. ഇത് കുറെ നേരം എടുക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും. ഞാനിത് ഇരുന്ന് ചെയ്യുക. കുറെ നേരമായിട്ട് ഞാൻ എങ്ങനെ ഇരുന്ന് മൈൻഡ് ചെയ്യുക. ഇത് മിക്കവാറും 1000, 1,00,000 ബ്ലോക്കൊക്കെ ആവും മിക്കവാറും. എങ്ങനെ തോന്നുന്നു? അവസാനം ഇത് ആയി നമ്മൾ കുറെ പരിപാടികൾ ചെയ്യും കേട്ടോ. വിചാരിക്കുന്ന പോലെ തന്നെ കുറെ സംഭവങ്ങൾ ഇനി വരാനുണ്ട് നമ്മുടെ ഈ കാണുന്ന വേൾഡിൽ. ഓക്കെ, എനിക്ക് ഇതൊരു ഡയമണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് അതൊക്കെ വരണ്ടേ? സത്യം പറഞ്ഞ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഈ ഗ്രാവില് നമുക്ക് കിട്ടില്ല കേട്ടോ. കാരണം മറ്റേ അടിയില് ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഗ്രാവില് നേരെ ദി കേവ്സ്. ഓ, പുതിയ അപ്ഡേറ്റ്. അയ്യോ, മോബ് സ്പോണാവോ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ മോബ് സ്പോണാവുന്ന. മോബിനെ ആയിരിക്കും അവര്. ഞാൻ പോയിട്ട് ഇനിയിപ്പോ എനിക്ക് ഡയമണ്ട് കിട്ടുമായിരിക്കും. ഞാൻ പോയിട്ട് വെച്ചിട്ട് ഇത് ഉണ്ടാക്കട്ടെ.
നമ്മുടെ പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഗെയിം പോസ് ചെയ്യുമ്പോ കണ്ടോ സൈഡില് കളർ മാറതെ അത് സംഭവം എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ പെട്ടെന്ന് സ്നീക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? മറ്റേ ഇതില് പറ്റും, റിയൽ മൈൻക്രാഫ്റ്റില് കമ്പ്യൂട്ടറിൽ പറ്റും ഈസി ആയിട്ട് സ്നീക്ക് ചെയ്യാൻ. ഇതില് ഇച്ചിരി പാടാണ് നമ്മുടെ സ്നീക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഷോർട്സിനൊക്കെ പെട്ടെന്ന് വ്യൂസ് കയറുന്നുണ്ട്. താങ്ക് യു ഫോർ. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ കൂടി ഇത് ഈ ചാനൽ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഇത്ര വ്യൂസ് കിട്ടുന്നത്. ഐ നോ ദാറ്റ് ഈ വീഡിയോ കാണുന്നവർ പലവരും ആ ചാനൽ കണ്ടിട്ട് വരുന്നതായിരിക്കും. ചിലർക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കും. തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല. എൻ്റെ ആ ചാനൽ അറിയാത്തവരൊക്കെ ഈ വീഡിയോ കാണും, അതുകൊണ്ട് മാത്രം ഞാൻ തരുന്നില്ല. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. കുറച്ച് നാളായിട്ട് നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ എന്തായാലും പറഞ്ഞു 1000 സബ്സ്ക്രൈബേഴ്സ്. ആദ്യം നിങ്ങൾ 100 അടിക്കും, എന്നിട്ട് നമുക്ക് 1000 മതി. വെറുതെ ഇല്ലെങ്കിൽ പിന്നെ രസം ഉണ്ടാവില്ല. വെറുതെ നേരായതായിട്ട് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല. എന്തേലും ഓറ് കണ്ടാൽ മാത്രം നമ്മൾ മറ്റേ ഇതെടുത്താൽ മതി. അയണിന്റെ പിക്കാക്സ് ഇത് പൊട്ടിക്കാൻ അയണിന്റെ പിക്കാക്സ് വേണ്ട. റെഡ് സ്റ്റോൺ കിട്ടി നമുക്ക്. യാ ബോയ്, ഞാൻ വല്ല നല്ല സാധനവും കാണുകയാണ്. നല്ല ഓറാവണേ, നല്ല ഓറാവണേ. അയൺ കിട്ടി, പിന്നെ വീറ്റ് ഉണ്ട്, പൗഡർ, പിന്നെ റെഡ് സ്റ്റോൺ ഡസ്റ്റ്, ഇങ്ങനത്തെ വാഴ സാധനങ്ങളുള്ളൂ. എന്നാൽ ചിലതൊക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിക്കും. യാ ബോയ്, നമുക്ക് ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, അത് അങ്ങനെ വി ഗോട്ട് ലാപ്പിസ് സുഹൃത്തുക്കളെ. നമുക്ക് ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. ദൈവമേ നല്ലത്. ഒരു ലാവ കിട്ടി നമുക്ക്. കോബിൾ സ്റ്റോൺ ഫാർം ഉണ്ടാക്കാൻ നല്ലതായിരിക്കും ലാവ. നല്ല സാധനങ്ങളെല്ലാം കിട്ടുവാടാ. 72 മിനിറ്റായി വീഡിയോ. ദൈവമേ, അയൺ പിക്കാക്സ് ചോട്ടിക്കണ്ട. കിട്ടി സാധനം കിട്ടി. ഓക്കെ, ഞാൻ ഇച്ചിരി ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിക്കാം. സ്ലൈം വന്നടാ. എന്റെ കയ്യിൽ എന്തൊക്കെ എന്റെ കയ്യിലുള്ള എല്ലാം പോയി. കൊറേ ലാപ്പിസ് അത് ഇതെല്ലാം കിട്ടി. മണ്ടത്തരം കാണിച്ച് ഞാൻ മടുത്തു ഗൈസ്. ഒരു ഗോൾഡ് പോലും ഇതിനകത്ത് വെച്ചില്ലടാ. റെഡ് സ്റ്റോൺ എല്ലാം പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള. അടുത്ത എപ്പിസോഡിൽ നമ്മൾ നല്ല കില്ലാടിയായിട്ട് സംഭവങ്ങളെല്ലാം ചെയ്തായിരിക്കും. ഞാൻ മടുത്തു, എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന പറഞ്ഞാണ്. അപ്പൊ ടാറ്റ, ബൈ ബൈ.